മാറ്റമുണ്ടായാൽ അചഞ്ചല ശക്തിയായി ഭൂമിയിൽ വാഴുന്ന ശക്തിനാഗമായ ഞാൻ ആ നിമിഷം ആത്മാഹൂതി ചെയ്യുന്നതാണ്. ഇതെന്റെ അമ്മ പാർവതിയാണ് സത്യം. അപ്പൊ നീ മരണത്തോട് അടുത്തോണ്ടിരിക്കുക നന്ദിനി. നിനക്ക് തെറ്റി. ആ രാജശേഖരനാണ് മരണത്തോട് അടുത്തോണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത നന്ദിനോട് എന്തിനാ അങ്ങനെ പറഞ്ഞ? അവളിപ്പോ പറഞ്ഞിട്ട് പോയ കാര്യം കേട്ടില്ല. വല്ലാതെ പേടിയാവുന്നു. അതെ മാധവി, നന്ദിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. അവൾ എന്ത് ചെയ്യാനും മടിക്കാത്തവളാ. എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന കരുതിയേ. അവളുടെ മുന്നിൽ ഇങ്ങനൊരു വെല്ലുവിളി നടത്തേണ്ട കാര്യം എന്താ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സൂര്യാസ്തമയത്തിന് മുൻപായി രാജശേഖരനെ കൊന്നിട്ടില്ലെങ്കിൽ അവൾ ആത്മാഹൂതി ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ശക്തിനാഗം സത്യത്തിന് അടിമപ്പെട്ടവളാണ്. ഇന്നത്തെ സൂര്യാസ്തമയം വരേക്കും രാജശേഖരനെ സംരക്ഷിച്ചാൽ നമ്മൾ വിജയിച്ചു. അതിനുശേഷം നന്ദിനി പറഞ്ഞ വാക്ക് അവള് പാലിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പകൽ അവസാനിക്കുന്നത് വരേക്കും രാജശേഖരനെ സംരക്ഷിക്കുക എന്നത് എന്റെ കടമയാണ്. നിങ്ങൾ അതേപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട. പറഞ്ഞേട്ടാ, എന്നാലും ആ മാധവി എന്തിനായിരിക്കും വെച്ചാൽ ദേവസേനയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മളോട് പറഞ്ഞത്? അരുണും ഗംഗ അവിടെ വീട്ടിൽ ഒരു പണിയില്ലായിരിക്കല്ലായിരുന്നോ? ഇപ്പൊ ആ പാമ്പ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതല്ലേടാ. ഇപ്പൊ ദേവസേന വിളിക്കാൻ അരുൺ സ്കൂളിലേക്ക് പോയാ വേണ്ടിനി ഗംഗ പോയാ അവരെ ആ പാമ്പ് എന്തെങ്കിലും ചെയ്താലോ? അതുകൊണ്ടാടാ നമ്മളോട് പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞേ. ആഹാ, അപ്പൊ നമ്മുടെയൊക്കെ ജീവൻ അത്രേ വിലയുള്ളൂ അല്ലേ ചാ? അതിന്റെ പ്രതികാരം മുഴുവൻ അത് നമ്മളോടാണ് തീർക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി ഉണ്ടാവും തോന്നുന്നുണ്ടോ? എടാ, അതിനുള്ള കലിപ്പ് മുഴുവനും ആ കുടുംബത്തോട് മാത്രാടാ. നമ്മളെ ഒന്നും ചെയ്യില്ല. നീ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നമുക്കൊന്നും പറ്റില്ല. എടാ, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? എടാ, നീ പറഞ്ഞ പോലെ പാമ്പ് ദൈവം വന്ന് നിൽക്കുന്നടാ. ഇവിടുന്ന് എങ്ങനെയാണെന്ന് രക്ഷപ്പെടുന്നേ? കാറ് തിരിച്ചെടുത്തോണ്ട് പോയാലും നമുക്ക്. പക്ഷെ പാമ്പ് പിന്നാലെ വന്ന് കൊത്തുന്നുറപ്പാ. അതുകൊണ്ട് സറണ്ടർ ആയാലോ വെച്ചാ? എടാ, ഇത് അത് മാത്രമേ ഇനി ഒരു വഴിയുള്ളടാ. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളിത് കീഴടങ്ങുക. നിങ്ങളെ കൊല്ലണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. എനിക്ക് വേണ്ടത് രാജശേഖരന്റെ ജീവനാണ്. അവൻ എവിടെയാണുള്ളത്? അളിയന് ഉള്ള സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒന്നും ചെയ്ത് ഞാൻ വെറുതെ വിടുന്നതാണ്.
ഇനി അതല്ല. അല്ല ഞാൻ അളിയൻ എവിടാണെന്ന് പറഞ്ഞു തരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. പക്ഷേ ഞങ്ങളാണിത് പറഞ്ഞു തന്നെന്ന് മറ്റാരും അറിയരുത് പ്ലീസ്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. അങ്കിള് രാവിലെ ഫാക്ടറിയിലേക്ക് പോകുന്നു പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാജശേഖരൻ ഫാക്ടറിയിൽ പോയി ഒളിച്ചിരിക്കുകയാണല്ലേ? സർ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. മോർണിംഗ് സർ. മോർണിംഗ് സർ. സർ ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാ ഞാൻ മീറ്റിംഗിലാണെന്ന് പറഞ്ഞേക്ക്. ഓക്കെ സർ. ഞാനതൊക്കെ ചെക്ക് ചെയ്തതാന്നേ. ഇന്നലെ വന്ന ലോഡിൽ അത് വന്നിട്ടില്ല. അത് ശരിയാ, ഇൻവോയ്സിൽ നിങ്ങളത് എൻ്റർ ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ ലോഡിൽ വന്നിട്ടില്ല സാർ. ഒന്നുകൂടെ ചെക്ക് ചെയ്യ് സാറേ. ഞാൻ ഉത്തരം പറയേണ്ട അവസ്ഥയാ. ആ മാനേജർ സ്വഭാവ സാറിന് അറിയാമല്ലോ. ഗംഗ മാഡം, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഇയാള് ഞാൻ ഗംഗയാണെന്നാ കരുതിയിരിക്കുന്നത്. ഇനി അവളെ പോലെ തന്നെ അഭിനയിക്കാം. അതാവുമ്പോ ആർക്കും ഒരു സംശയം തോന്നില്ല. എനിക്ക് സുഖം തന്നെ. സാറിന് സുഖമല്ലേ? ആ സുഖമായിട്ടിരിക്കുന്നു മാഡം. സാറിനെ കാണാൻ വന്നായിരിക്കും അല്ലേ? അതെ, അച്ഛനിങ്ങോട്ട് വരാൻ പറഞ്ഞു. അതെയോ? സാറിപ്പോ ഗോഡൌണിലേക്ക് പോയിട്ടുണ്ടല്ലോ മാഡം. അങ്ങോട്ട് പോയാൽ കാണാം. ഓ ശരി, ഞാൻ അവിടെ പോയി കണ്ടോളാം. രാജശേഖര, നീ ഗോഡൌണിൽ പോയി ഒളിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ ആളുകൾക്ക് മുന്നിൽ വെച്ച് തന്നെയാണ് നിന്റെ മരണം. എവിടെ പോയി ഒളിച്ചിരിക്കവൻ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, കാണുന്നില്ലല്ലോ. സാർ അക്കൗണ്ട്സ് റൂമിലേക്ക് പോകുന്നത് കണ്ടല്ലോ മാഡം. അവിടേക്ക് പോയാൽ കാണാം. ശരി. നമസ്കാരം മാഡം. അച്ഛനെ കാണണം. സാറ് ഒരു അത്യാവശ്യ കാര്യമായിട്ട് അകത്തിരിക്കാണല്ലോ മാഡം. ആരും ഉള്ളിലേക്ക് വിടരുതാൻ പറഞ്ഞിട്ടില്ല എന്നോട്. ഞാൻ പോയാൽ അച്ഛനൊന്നും പറയില്ല, ഞാൻ നോക്കിക്കോളാം. മാഡം പറഞ്ഞേ കേക്ക് മാഡം. പോവല്ലേ, സാറെന്നെ വഴക്ക് പറയും. അതാ ഇപ്പൊ ആരെങ്കിലും അകത്തേക്ക് വിട്ടാൽ എന്റെ പണി പോവും മാഡം. എന്നെ തടയാനായോ നീ?
ഇവിടെ വന്നിരിക്കുകയാണോ? ഈ മുറിയിൽ വന്ന് ഒളിച്ചിരുന്നാൽ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? അയ്യോ ആ രാജശേഖരൻ നിന്നെ അവനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കുകയാണല്ലേ? എവിടെ അവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, എന്നെ ഒന്നും ചെയ്തു കളയല്ലേ. എടാ, ഉള്ള സത്യം പറഞ്ഞോ നീ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാനും പഠിക്കില്ല. എന്റെ പിള്ളേരാണ് സത്യം, എനിക്കൊന്നും അറിഞ്ഞൂടാ. സാർ എന്നോട് ഈ വേട്ട ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞതാ. മുതലാളി പറഞ്ഞ കേൾക്കാണ്ടിരിക്കണേ എങ്ങനെയാ? അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മേ, അമ്മേ. ആ രാജശേഖരൻ ഇങ്ങനെ മുൻകൂട്ടി തന്നെ ആളെ മാറ്റിയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് എത്തുന്ന അവന് വിവരം കിട്ടിയിട്ടുണ്ട്. സൂര്യാസ്തമനം കഴിയുന്നത് വരയ്ക്കും ഞാൻ അവനെ കൊല്ലരുതെന്ന് ഉദ്ദേശിച്ചു തന്നെയാ ഇങ്ങനെ സമയം കളയാൻ വേണ്ടിട്ട് എന്നെ പലയിടത്തേക്കും വഴി തിരിച്ചു വിടുന്നേ. അവൻ ഇനി ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നാളത്തെ സൂര്യോദയം അവൻ കാണാൻ പോകുന്നില്ല. എന്നെ എല്ലാവരും ചേർന്ന് കബളിപ്പിക്കാണല്ലേ? രാജശേഖരൻ ഫാക്ടറിയിലാണെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് അയച്ചതിന്റെ കാര്യം എന്താ? അയ്യോ, എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നേ? അളിയൻ ഫാക്ടറിയിലേക്ക് പോവാണെന്നും പറഞ്ഞാ വീട്ടിൽ നിന്ന് പോയത്. ഇപ്പൊ നീ പറഞ്ഞതിന് ശേഷം അങ്ങനെ എന്നോടും കള്ളം പറഞ്ഞിട്ടാ പോയെന്ന് മനസ്സിലായേ? അച്ഛൻ പറഞ്ഞ സത്യമാ. അങ്കിള് ഫാക്ടറിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങൾക്ക് ആപത്തൊന്നും വരരുതെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ മരണമാണ്. ചെയ്തോളാം, നീ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. ഹലോ, ഗംഗേ, ഞാൻ ധർമ്മജനങ്ങളാ മോളെ സംസാരിക്കുന്നേ. ദേവസേന സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനല്ലേ നിങ്ങളെ പറഞ്ഞയച്ചത്? നിങ്ങൾ സ്കൂളിൽ പോയത് വേറെ എങ്ങോട്ടാ പോയേ? അത് അളിയൻ ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ ചെന്നതാ. പക്ഷേ അളിയൻ ഇവിടെ ഇല്ലല്ലോ. ഇപ്പോ അളിയൻ എവിടെ ഉണ്ടെന്ന് മോക്കറിയാമോ? അച്ഛൻ എന്തിനാ നിങ്ങളോട് വരാൻ പറഞ്ഞേ? അച്ഛൻ എന്തിനാ നിങ്ങളോട് വരാൻ പറഞ്ഞേ? മോളെ, അത് പിന്നെ എന്തിനാ വരാൻ പറഞ്ഞെന്നറിയില്ല. എന്തോ പ്രധാനപ്പെട്ട കാര്യ ആരും അറിയാതെ ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അളിയന്റെ പൊടി പോലും ഇല്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും ചെയ്തിരിക്കുക. നീ അളിയൻ എവിടെ ഉള്ളതെന്നൊന്ന് പറയും മോളെ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. എന്തിനായിരിക്കും അച്ഛൻ എവിടെയാണെന്ന് ഇപ്പൊ അന്വേഷിക്കുന്നേ? ചോദിക്കുന്ന ഒരു രീതി കേട്ടിട്ട് ആരും മനഃപൂർവ്വം ചോദിപ്പിക്കുന്ന പോലെ തോന്നല്ലോ. തീർച്ചയായും നന്ദിനിയായിരിക്കും ഇതിന്റെ പുറകില്. അച്ഛൻ ഫാക്ടറിയിലേക്കാന്ന് പറഞ്ഞില്ലേ പോയെ? മറ്റെവിടെയെങ്കിലും ആണെന്ന് പറഞ്ഞ് അച്ഛന് വരാൻ പോകുന്ന ആപത്തിൽ നിന്നും രക്ഷിക്കണം. നന്ദിനിയെ സൂര്യാസ്തമനം വരെ അലഞ്ഞു നടത്തിയാൽ അച്ഛന്റെ ആപത്താകുന്നു. നന്ദിനി അവള് പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്യും. ഇപ്പൊ എന്താ ചെയ്യാ?
ഹലോ മോളെ, പറയും മോളെ. ഹലോ, ഞാൻ പറയാം. പക്ഷേ അച്ഛൻ എവിടെയുള്ളതെന്ന് മറ്റാരോടും പറയരുതേ. ഞാൻ ആരോടും പറയില്ല, പറഞ്ഞോ മോളെ. പറഞ്ഞാലത് അച്ഛന്റെ ജീവന് ആപത്താകും. അച്ഛനിപ്പോ ആനന്ദം ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക. ശരി ഗംഗേ, ഞാൻ പോയി കണ്ടോളാം അളിയനെ. അല്ല മാധവി, നീ എന്നോട് ഫാക്ടറിയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് എന്തിനാ പിന്നെ അവിടുന്ന് മാറണമെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോന്നേ? അതൊന്നും പോരാഞ്ഞിട്ട് നന്ദിനിയെ കബളിപ്പിക്കാൻ ഫാക്ടറിയിൽ നീ എന്തൊക്കെ ഏർപ്പാടുകളാ ചെയ്തു വെച്ചിരുന്നേ? ഇതൊന്നും അറിയാതെ നന്ദിനി അവിടെ വന്ന് നട്ടം തിരിയുന്നുണ്ടാവില്ലേ? നന്ദിനിയെ ഫാക്ടറിയിൽ വെച്ച് മാത്രം കബളിപ്പിച്ചത് പോരാ, ഇന്ന് മുഴുവൻ അവൾ ഇങ്ങനെ അലഞ്ഞു നടക്കണം. ഓരോ ഇടത്തും തന്നെ അന്വേഷിച്ച് അവൾ അലഞ്ഞു നടക്കും. അവൾ അലയുന്നതൊക്കെ കൊള്ളാം, അതിന് നമ്മൾ വെറുതെ അലയുന്നത് എന്തിനാ? പോകുന്ന വഴിക്ക് നന്ദിനിയുടെ കണ്ണിലെങ്ങാനും അകപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ കാറിൽ ചുറ്റിത്തിരിയാനൊന്നും പോകുന്നില്ല. നമുക്ക് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് പോകാം. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ആനന്ദം ഹോട്ടലിലേക്ക്. ആനന്ദം ഹോട്ടലിലോ? അതേടോ, ഹോട്ടലിൽ താമസിക്കുന്നതാ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലത്. കാരണം ആ നന്ദിനി ഗംഗയുടെ രൂപത്തിൽ കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ടുള്ളവളാ. താനുമായി ബന്ധമുള്ള എല്ലാ സ്ഥലങ്ങളും നന്ദിനിക്ക് അറിയാം. അവള് താനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നല്ലാതെ താൻ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്ന ഒരിക്കലും ചിന്തിക്കില്ല. നീ പറയുന്ന ഒരു കണക്കിന് ശരിയാ മാധവി, നമുക്ക് അങ്ങോട്ട് തന്നെ പോയേക്കാം. ഇത്തിരി വേഗം പോ. താൻ എവിടെയാണെന്ന് മനസ്സിലാക്കാനാവാതെ ആ നന്ദിനി അലഞ്ഞു നടക്കും. പറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാനാകാതെ ആ നാശം പിടിച്ചവൾ ആത്മഹത്യ ചെയ്യും. ഡ്രൈവർ, നേരെ ആനന്ദം ഹോട്ടലിലേക്ക് പോട്ടെ. ഒന്ന് വേഗം ആയിക്കോട്ടെ. നമ്മളിവിടെ ഉണ്ടെന്നുള്ള കാര്യം നന്ദിനി മനസ്സിലാക്കില്ലെന്ന് നീ പറഞ്ഞാലും അവൾ ഇവിടെയും വരുമോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് മാധവി. താൻ ഭയപ്പെടാതിരിക്കെ. നമ്മൾ ഇവിടെയാണെന്ന് അത്ര എളുപ്പത്തിൽ അവൾക്ക് കണ്ടുപിടിക്കാനാകില്ല. അഥവാ അവൾ ഇനി കണ്ടുപിടിച്ചിങ്ങോട്ടേക്ക് വന്നാലും അവൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ സംരക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നീ ചെയ്യാൻ പോകുന്നേ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. താൻ സമാധാനമായിട്ടിരിക്കെ. ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടാവും. ഇവിടെ രാജശേഖരൻ എന്ന പേരിൽ ആരെങ്കിലും മുറി എടുത്തിട്ടുണ്ടോ? ഒന്ന് പെട്ടെന്ന് നോക്കി പറയാമോ? നിങ്ങൾ ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ മരുമോളാ, ഗംഗ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. മാം, നിങ്ങൾ ഈ പറഞ്ഞ പേരില് റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലല്ലോ മാഡം. അച്ഛനപ്പോ എന്നോട് ഇവിടെ ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞേ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. വലിയ ഉപകാരം. ഓക്കെ മാം. ഹലോ, സാറിനെ അന്വേഷിച്ച് ഇപ്പൊ ഒരു പെൺകുട്ടി വന്നിരുന്നു ഇവിടെ. റൂം നമ്പർ എത്രയാന്ന് തിരക്കി. അവര് സാറിന്റെ മരുമകളാണ് ഞങ്ങളോട് പറഞ്ഞത്. സാറ് പറഞ്ഞ പോലെ സാറിന്റെ പേരിൽ റൂം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി ശരി, താങ്ക്സ് ലോട്ട്. ഓക്കെ സർ.
മാധവി, ആ നന്ദിനി നമ്മളെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നിരുന്നു. അവൾക്ക് കണ്ടുപിടിക്കാനാകില്ലെന്നാ ഞാൻ കരുതിയത്. കണ്ടുപിടിച്ചെത്തിയല്ലേ അവൾ ഇവിടേക്ക്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പറ മാധവി. തന്റെ കയ്യിൽ കാലചക്രം എവിടെ? രാജശേഖര, കാലചക്രത്തിനുള്ള അപൂർവ ശക്തി ഉപയോഗിച്ച് രൂപമാറ്റ വിദ്യയുടെ സഹായത്തോടെ അരൂപിയാകാനാകും തനിക്ക്. മറ്റാരുടെയും കണ്ണിൽ പെടാതിരിക്കണമെന്ന് കാലചക്രത്തോട് താൻ പ്രാർത്ഥിക്ക്. തന്റെ രൂപമില്ലാതായി അദൃശ്യനാകുന്നതാണ്